സ്പോർട്സ് താരങ്ങൾ തമ്മിലുള്ള ജേഴ്സി കൈമാറ്റം ആദ്യം തുടങ്ങിയത് ഫുട്ബോളിലാണ്. ആദ്യമായി ജേഴ്സി സ്വാപ്പ് നടന്നത് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിനിടയിലാണെന്ന് കരുതപ്പെടുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഫ്രഞ്ച് താരങ്ങൾ കളിയുടെ ഓർമ്മയ്ക്കായി ഇംഗ്ലീഷ് പ്ലേയേഴ്സിനോട് ജേഴ്സി ആവശ്യപ്പെട്ടു. 1954 ലോകകപ്പ് മുതൽ ഇത് കോമൺ ആയി തുടങ്ങി. 1970 ലോകകപ്പിൽ പെലെയും ബോബി മൂറും തമ്മിലുള്ള കിറ്റ് എക്സ്ചേഞ്ച് ഐക്കോണിക് മൊമെന്റായി കരുതപ്പെടുന്നു. കളിക്കാർ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ പ്രതീകമാണ് ജേഴ്സി സ്വാപ്പ്. കഴിവിനെ ആദരിക്കുന്നതിനൊപ്പം മത്സരത്തിന്റെ ഓർമ്മകൾ കൈമാറുന്നു. ചില ഗോൾ കീപ്പർമാർ കിറ്റ് കൈമാറുന്നതിനൊപ്പം ഗ്ലൗസും സ്വാപ്പ് ചെയ്യാറുണ്ട്. ചില ക്ലബ്ബുകൾ അവരുടെ ലോവർ ബഡ്ജറ്റ് ടൈമിൽ കളിക്കാർ നിരന്തരമായി കിറ്റ് സ്വാപ്പ് ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. ഹൾ സിറ്റി, റോമ, സണ്ടർലാൻഡ് തുടങ്ങിയ ക്ലബ്ബുകളുടെ ചരിത്രത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിന്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കളിക്കാർ മാത്രമല്ല, ചിലപ്പോഴൊക്കെ റെഫറിമാരും കിറ്റും ബാഡ്ജറ്റുമൊക്കെ കൈമാറുന്നു. ചില താരങ്ങളുടെ കൈവശം മറ്റ് കളിക്കാരുടെ ജേഴ്സികളുടെ വലിയ ശേഖരം തന്നെയുണ്ട്. മെസ്സിക്ക് വലിയ കിറ്റ് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റൗൾ, സനേറ്റി, ഡിബാല എന്നിവരുടെ കയ്യിലെ ജേഴ്സി കളക്ഷൻ വലുതാണ്.